ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ സൗണ്ട് പോയിട്ട് തീരെ സൗണ്ട് ഇല്ല, മിണ്ടാൻ വയ്യ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഒരിക്കലും തോൽക്കാൻ പോവരുത്. ഇപ്പൊ ഇന്നലെ അതുല്യയുടെ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടോ. ആ കുട്ടി എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും. 48 മുറിവുകള്, പോരാത്തത് അതിന് മരണം. ഒരു എന്താ പറയാ, സ്വാഭാവിക മരണം അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആരോ അങ്ങനെയൊക്കെ ടോക്സിക് ആയിട്ടുള്ള റിലേഷനിലാണെങ്കിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്വന്തം ജീവൻ പോകുന്ന വരെ നിൽക്കാതെ ഇറങ്ങിപ്പോരുക. നന്നായിട്ട് അധ്വാനിച്ചിട്ട് പറ്റുന്ന പണിയെടുത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എനിക്കിപ്പോ പറയാൻ സൗണ്ട് ഇല്ല. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത് കുറെ പെൺകുട്ടികളുടെ ഭർത്തൃ വീട്ടിലെ പീഡനത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടു. ആദ്യം കുട്ടികൾക്ക് വേണ്ടത് പഠിച്ച് നല്ലൊരു ജോലി, സ്വന്തമായിട്ടൊരു ജോലി. ഇനിയിപ്പോ ജോലി ഉള്ളവര് തന്നെയാണ് ഇപ്പോ നമ്മുടെ വിഭജികയായാലും വിസ്മയായാലും അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെ. ഡോക്ടറും പിന്നെ ഒരു HR ഒക്കെ ആയിട്ടുള്ള കുട്ടിയാണ് വിഭജിക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കളയുന്നത്? അപ്പോ ഇത്രയും 100, 110, 130 ഈ സ്വർണത്തിന് വിലയുള്ള കാലത്ത് ഇത്രയും സ്വർണം ഉള്ള ആളുകള് അത് മതിയില്ലേ നമുക്ക് ജീവിക്കാന്? പിന്നെ എന്തിനാ വേറെ ഏതൊരുത്തന്റെ വാക്കും കേട്ടിട്ട് അവരുടെ കാലടിയിൽ വല്ല അടിമയെ പോലെ കഴിയണത്? അപ്പൊ എല്ലാ പെൺകുട്ടികളും ഇനി മാറി ചിന്തിക്കണം. ഇപ്പൊ ഒരുവിധം മാറി തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം ധീരമായ പ്രസംഗം നടത്തിയാലും സ്വന്തം ജീവിതത്തിൽ ഒരു അവസ്ഥ വരുമ്പോൾ നാട്ടുകാരെ പേടിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടികളാണ് നമുക്കിന്ന് കാണുന്നത്. നാട്ടുകാരെന്ത് പറയും അങ്ങനെ വിചാരിച്ചിട്ട്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ കുട്ടികളോ അന്യ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വല്ല അറവുമാടുകളെ പോലെ കഷ്ടപ്പെടുന്നതിന് ബുദ്ധിമുട്ടും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവരണം. അവരുടെ ജീവൻ അവിടെ പൊലിയാൻ നമ്മൾ സമ്മതിക്കരുത്. അപ്പൊ എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റി എൻ്റെ കഥകൾ അറിയണമെങ്കിൽ എൻ്റെ ആദ്യ വീഡിയോസൊക്കെ കണ്ടാൽ മതി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളോടൊപ്പം കൂടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. എൻ്റെ ജീവിതം ഇതിനൊക്കെ ഉത്തരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ. ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. താങ്ക് യു.